സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സംഭവമാണ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്തുക. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ആദ്യത്തത്, ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നാൽ സ്ലോപ്പ് കണ്ടെത്തേണ്ടത്. ഇക്വേഷൻ ഇങ്ങനെയാണ്: സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് തരുന്ന ആ ലൈനിലെ പോയിന്റ് ഏതാണോ അതിന് x1, y1 എന്നും x2, y2 എന്നും കൊടുക്കാം. ഇനി വളരെ സിമ്പിളായിട്ട് എം കണ്ടെത്താലോ. എം ഈസ് ഈക്വൽ ടു y2 5, y1 3, x2 എന്ന് പറഞ്ഞാൽ 3, x1 നമ്മൾ കൊടുത്തത് 2. നോക്ക്, 5 മൈനസ് 3 2 ആ, 3 മൈനസ് 2 1 ആ, അപ്പോൾ 2/1 എന്താ 2. അപ്പോൾ ഇതാണ് ആ ലൈനിൻ്റെ സ്ലോപ്പ്. ഇതേപോലെ സ്ലോപ്പ് കണ്ടെത്താനുള്ള വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഒരു ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൽ പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് ലൈന്, ഇത് രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 60, അതായത് തീറ്റ എന്ന് നമ്മൾ പറഞ്ഞു. തീറ്റ ആണ് ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്കിൽ നിങ്ങളുടെ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. അപ്പോൾ ഇവിടുത്തെ തീറ്റ എത്രയാണ്? ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60. അപ്പോൾ എം ഈക്വൽ ടു ടാൻ 60 എന്ന് വരും. ടാൻ 60 എത്രയാണ്? √3. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാണ്? √3. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്ക്. സ്ലോപ്പ് ഓഫ് ലൈൻ ജോയിനിങ് x3 ആൻഡ് 5, 6 ഈസ് 1. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് 1 ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എത്ര? നിങ്ങൾ താഴെ ഉത്തരം കമൻറ്റ് ചെയ്തോ. കൂടുതൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾക്കായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോ.